കാണുന്നു മഞ്ഞുമല. മലയാളം പറയടാ പൊട്ട. കണ്ടോ, നമ്മളെ കേരളത്തിലെ ഫോട്ടോസാണ്. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു യൂണിവേഴ്സിറ്റി വ്ളോഗാണ്. ഈ പൂവൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് എന്നറിയാം, പക്ഷെ ഇവിടെ ഒടുക്കത്തെ ചൂടാണ്. ഇതാണ് ഉറുമാമ്പഴത്തിൻ്റെ മരം. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ധരംശാലാണ്. ഇതാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഇത് അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്. പിന്നെ ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, പോസ്റ്റ് ഓഫീസ് ഉണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ, സ്വിഗ്ഗി, സൊമാറ്റോ, ബ്ലിങ്കിറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു സ്പോട്ടിലാണ് നമ്മളെ യൂണിവേഴ്സിറ്റി നിൽക്കുന്നത്. ഹിമാചലിൻ്റെ വിൻ്റർ ക്യാപിറ്റലാണ് ധരംശാല. അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ളൊരു സ്പേസാണ്. അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റി എത്തി. വൈ ദിസ് യൂണിവേഴ്സിറ്റി എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒൺലി ദിസ് നാച്ചുറൽ ബ്യൂട്ടി. ഞാൻ ഇവിടുത്തെ പ്രകൃതി ഭംഗി കണ്ടിട്ട് മാത്രം, പിന്നെ ഫീസും, ഇത് കണ്ടിട്ട് മാത്രമാണ് ഈ യൂണിവേഴ്സിറ്റി ഞാൻ ചൂസ് ചെയ്യാൻ കാരണം. അതുകൊണ്ട് തന്നെ അക്കാഡമിക് രീതിയിലോ അല്ലാത്ത പർപ്പസിലോ ഞാൻ ഈ യൂണിവേഴ്സിറ്റി ആർക്കും സജസ്റ്റ് ചെയ്യൂല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചൂസ് ചെയ്യേണ്ട യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ എനിക്കിവിടെ വന്നിട്ട് അത്ര നഷ്ടമായിട്ടും ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. ഇതാണ് എൻ്റെ ക്യാമ്പസ്. ഒരു പൂവൊക്കെ വിരിയുന്ന ഒരു സമയമുണ്ടല്ലോ, അത് സ്പ്രിംഗ് സീസൺ. സ്പ്രിംഗ് സീസണിൽ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസാണ് ഈ ഒരു സ്പേസ്. നമ്മുടെ ക്യാമ്പസ് സ്പ്ലിറ്റഡ് ആണ്. സോ ഒന്ന് ധരംശാല, ഒന്ന് ദഹ്റ, ഒന്ന് ഷാപ്പൂർ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കുഞ്ഞു സ്പേസ് മാത്രമേ ഉള്ളൂ. കുറച്ച് കോഴ്സസും ധരംശാലയിലുള്ളൂ. രാവിലെ തന്നെ ഞാൻ ഒന്നും കഴിക്കാണ്ടാണ് നേരെ യൂണിവേഴ്സിറ്റിക്ക് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒടുക്കത്തെ വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ തിന്നാന്ന്. അപ്പോൾ നമുക്ക് 2-3 ക്യാൻറ്റീൻ ഉണ്ട് ഇവിടെ. പക്ഷേ നമ്മളെ ക്യാമ്പസിൻ്റെ ക്യാൻറ്റീൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ BEd ക്യാമ്പസിൻ്റെ ക്യാൻറ്റീനിക്ക് പോയിട്ട് അവിടെ നിന്നാണ് ഫുഡ് കഴിക്കാറുള്ളത്. കാരണം അവിടുത്തെ പറാത്തയും ചട്നിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പറാന്തയും ചട്നിയും വിത്ത് ബട്ടറും ഓർഡർ ചെയ്തു. യൂണിവേഴ്സിറ്റി ചേർന്നിട്ട് ഞാനൊരു സെക്കൻഡ് സെം ആയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ക്യാൻറ്റീന് നമുക്കുണ്ട് എന്നുള്ള കാര്യം അറിയണത്. ലേറ്റായി പോയി, പക്ഷേ കുഴപ്പമില്ല. അങ്ങനെ എനിക്ക് കുറച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻറ്റിങ് ഷോപ്പിൽ പോയി. നമ്മളെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പ്രിൻറ്റിങ് ഷോപ്പാണ്. അങ്ങനെ പ്രിൻ്റൊക്കെ എടുത്ത് സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് നേരെ ക്ലാസ്സിലേക്ക് വിട്ടു. Guys, this is Vibhu, my classmate, my university all in all. Nanda. Lemonade. ഇത് മനീഷ് ഫ്രം ലക്നൗ. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ വന്ന സമയത്ത്, അതായത് ഫസ്റ്റ് തന്നെ ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഒറ്റ മലയാളീസ് ഇല്ല. ആ സമയത്ത് എനിക്ക് മറ്റേ ഹിന്ദി അറിയില്ല, മര്യാദയ്ക്ക് ഇംഗ്ലീഷും അറിയില്ല പറയാൻ. അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾ, അന്ന് മുതൽ ഇന്ന് വരെ എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് മനീഷ്. സോ ഞാൻ ക്ലാസ് കഴിഞ്ഞാൽ മെയിനായിട്ട് മിസ് ചെയ്യാവനേക്കാരെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എൻ്റെ എല്ലാ കാര്യം, അസൈൻമെൻറ്റ്, സെമിനാർ, എല്ലാ കാര്യങ്ങളായിക്കോട്ടെ എന്നെ അറിയിക്കുക ഓനേക്കും. കാരണം ഇവർ ഹിന്ദിയിൽ ഡിസ്കസ് ചെയ്യാതിരിക്കും. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ ഓൻ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞുതരും. താങ്ക് യു സഞ്ജന ദീദി ഫോർ ദിസ്. ഇതാണ് എൻ്റെ ക്ലാസ്. ഇത് കണ്ടോ, നമ്മളെ കേരളത്തിലെ ഫോട്ടോസാണ്, നമ്മൾ സീനിയർ എടുത്ത. നമുക്കിപ്പോൾ ലാസ്റ്റ് സെമ്മാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റിസർച്ച്, ഡെസേർട്ടേഷന്, പ്രൊജക്റ്റ്, ഷോർട്ട് ഫിലിം, ഡോക്യുമെൻ്ററി, ഇങ്ങനത്തെ കുറച്ച് തലവേദന കാര്യങ്ങളിലാണ് ഇപ്പോൾ നിൽക്കണത്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ക്ലാസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒടുക്കത്തെ ചൂടായതുകൊണ്ട് ക്ലാസ് നേരെ എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാണ്. ഇതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ബോർഡ്. ഇവിടാണ് നമ്മൾ ബസ്സിലൊക്കെ പറയും എഡ്യൂക്കേഷൻ ബോർഡ് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ ഇറങ്ങിയാലാണ് നമുക്ക് യൂണിവേഴ്സിറ്റി എത്താൻ പറ്റുക. അങ്ങനെ നമ്മൾ രണ്ടാളും നേരെ കരിമ്പൻ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. കരിമ്പൻ ജ്യൂസിൻ്റെ ഷോപ്പിലേക്ക് പോയി. ഇതിവിടെ ചൂടത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു ഷോപ്പാണ്. ഇതാണ് നമുക്കിവിടെ ഭയങ്കര ചൂടാണ്. Lots of AI videos, visuals and all. Yeah.
ഇവരെല്ലാത്തിലും ചാട്ട് മസാല ഇടും. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞില്ലെങ്കിൽ ആ ഫീൽ അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഞാൻ കരിമ്പൻ ജ്യൂസ് കുടിച്ചപ്പോൾ അതിൽ ചാട്ട് മസാല ഇട്ടിട്ട് എൻ്റെ ആ മൂഡ് അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ എപ്പോൾ വരുമ്പോഴും ഞാൻ പറയും പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ് എന്ന്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഒറ്റ മലയാളീസിനെ കണ്ടില്ലല്ലോ ഇന്നല്ലാതെ. ഇതാണ് നമ്മളെ ടീം. മലയാളം പറയടാ പൊട്ട. മലയാളീസിനെ കിട്ടിയില്ലേ? ഇത് മലയാളി ഫ്രം വൈഷ്ണ, മലയാളി സോറി വൈഷ്ണ ഫ്രം കേരള. എന്തിനാ ഇത് യൂണിവേഴ്സിറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള പാർക്കാണ്. വേണമെങ്കിൽ നമുക്ക് സമാധാനത്തോടെ ബുക്കൊക്കെ വായിക്കാനും വെറുതെ ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണിത്. ശരിക്കും ഇത് ആർമി മെമ്മോറിയലാണ്. ആർമിൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതാ കാണുന്നു മഞ്ഞുമല. മഞ്ഞുമല കണ്ടല്ലോ നിങ്ങള്. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല തണുപ്പാണെന്ന്, പക്ഷെ ഒടുക്കത്തെ ചൂടാണ്. നമ്മളെ ബോഡിയൊക്കെ നല്ല ക്ഷീണിക്കും. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് പെട്ടെന്ന് ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ആവണോണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അന്നത്തെ ദിവസം ഞാൻ മറ്റേ ക്ഷീണിച്ചിൻ്റെ കണ്ണൊക്കെ എന്തൊക്കെ പുറത്ത് ചാടിയിരുന്നു, അത്രയ്ക്ക് ചൂടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത്ര ചൂടില്ല. ഓരോ ദിവസം ഓരോ പോലെയാണ് ഇവിടെ. പിന്നെ ഞാനും മനീഷും ഇവിടുത്തെ മാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ വൈകുന്നേരമൊക്കെ വെറുതെ തൊള്ളം കാട്ടിയിരിക്കാൻ പോകുന്ന മെയിൻ സ്ഥലമാണ് ഈ മാള്. ബസ് ഉണ്ടായിട്ടും നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചിന്. അങ്ങനെ നമ്മൾ പോവും, അതും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നടക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ ചൂട് ഒരിക്കലും നമ്മൾ നടക്കാൻ സമ്മതിച്ചില്ല. നമ്മൾ പിന്നെ കുറേ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ബസ് കയറേണ്ടി വന്നു. കുറച്ചും കൂടി നടക്കാനുള്ളതിന്, പക്ഷേ അതുപോലും പറ്റണില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ബസ് കയറി. അങ്ങനെ നമ്മൾ നമ്മളെ സ്ഥലത്തെത്തി. Say hi. Look this. ഇവിടാണ് ശരിക്കും എനിക്ക് റൂമൊക്കെ പോകണമെങ്കിൽ ഇറങ്ങേണ്ടത്. സോ ഞാൻ മാക്സിമസ് മാൾ എൻ്റെ റൂമിൻ്റെ അടുത്തായതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാക്സിമസ് മാള്. ഇവിടെ ആകെ ഒറ്റ തിയേറ്ററുള്ളൂ, അത് ഈ മാളിൻ്റെ ഉള്ളിലാണ്. നമുക്ക് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഫുഡ് കഴിക്കാനും സിനിമ കാണാനും ചിരിക്കാനും കളിക്കാനും വെറുതെ ഇരുന്ന് സൊറ പറയാനൊക്കെ പറ്റിയ മെയിൻ സ്ഥലമാണിത്. ഇവിടെ നമ്മുടെ ഈവനിങ് ചായ, KFC, പിസ്സ ഹട്ട്, അങ്ങനെ കുറച്ച് സ്പോട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ ഫുഡിൻ്റെ കാര്യം മെയിനായിട്ട് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ നാട്ടിൽ നിന്ന് വന്ന് നമ്മൾ മെയിനായിട്ട് മിസ് ചെയ്യണ ഒരു സാധനം ഫുഡ് കഴിക്കും. അതുകൊണ്ടാണ് ഞാൻ ഫുഡിൻ്റെ കാര്യം മെയിനായിട്ട് പറയണത്. പിന്നെ ഞാൻ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കയറി, കാരണം എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. എന്നാലും ഞാൻ വെറുതെ ആവശ്യമില്ലാത്ത സാധനത്തിൻ്റെ റേറ്റൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കും.
അങ്ങനെ ഞാൻ എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലും പേ ചെയ്ത് നേരെ റൂമിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എനിക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഇതാണ് കോത്വാലി അങ്ങാടി. ഇവിടെ നിന്നാണ് ഞാൻ പൊതുവേ എല്ലാ സാധനങ്ങളും വാങ്ങിക്കൽ. അത്യാവശ്യം തിരക്കുള്ളൊരു സ്പോട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇതൊരു ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് പിന്നെ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാലാണ് മെക്ലോഡ് ഗഞ്ച്, ട്രിയൂൺ ട്രക്ക്, ബാക്സു വാട്ടർഫോൾ, അങ്ങനെ ജൂയിഷ് സ്ട്രീറ്റ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം തിരക്കുള്ളൊരു ഏരിയയാണ് കോത്വാലി. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരതായിട്ട് നിൽക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹാങ് ഔട്ട് ആവാൻ പോകണം എന്നുണ്ടെങ്കിൽ ഈ എളുപ്പം നമുക്ക് മെക്ലോഡ് ഗഞ്ചും അങ്ങനെയൊക്കെ പോവാം. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ട്രിയൂൺ ട്രക്കിൻ്റെ ഇട്ടാണ്, പിന്നെ നമ്മുടെ മെക്ലോഡ് ഗഞ്ചിൻ്റെ ഇട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് വാച്ച് ചെയ്ത് നോക്കാം. പിന്നെ ഇവിടുത്തെ മെയിൻ സംഭവം എന്താ വെച്ചാൽ ഇവിടെ നല്ല സ്കൈൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും കൗതുകമായിട്ട് നോക്കി നിന്നുള്ള സ്കൈൻ്റെ ഒരു ബ്യൂട്ടി ആവും. ചില ദിവസം നമുക്ക് വെറൈറ്റി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൈ കാണാൻ പറ്റും. കുറച്ചെണ്ണം എൻ്റെ അടുത്തുള്ളത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് എൻ്റെ റൂം വരുന്നത്. ഞാൻ ഈ റൂം മെയിനായിട്ട് ചൂസ് ചെയ്യാൻ കാരണം ഇതിൻ്റെ ഈ വ്യൂ ആണ്. പറഞ്ഞല്ലോ ഇവിടെ സ്കൈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കൈ വരുന്നതുകൊണ്ട് തന്നെ ആ സ്കൈൻ്റെ ഒരു ബ്യൂട്ടി റൂമിൽ നിന്ന് നമുക്ക് നല്ല കാണാൻ പറ്റും. അതാണ് ഞാൻ ഈ റൂം ചൂസ് ചെയ്തത്. അപ്പോൾ ഇത്രക്കാണ് ഈ വീഡിയോയിലുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ. നിൽക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റീനെ കുറിച്ചിട്ട് ഒഫീഷ്യലായിട്ട് കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ആൾക്കാരെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, പിന്നെ കോഴ്സുകൾ, പിന്നെ ഡിഫറെൻറ്റ് സ്പ്ലിറ്റ് ക്യാമ്പസ് ആണെന്ന് പറഞ്ഞില്ല, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ആ വീഡിയോ കാണുക. ഈ വീഡിയോ കണ്ടിട്ട് മാത്രം വരാൻ നിൽക്കണ്ട. ഇത് എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്. മേ ബി ഇത് എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പോൾ അത്രക്കുള്ളൂ.